ആരാധനയ്ക്ക് ശേഷം ദൈവസന്നിധിയിൽ ഇതുപോലെ ഒരുമിച്ച് വീണ്ടും കടന്നു വരുവാൻ ദൈവം അവസരം ഒരുക്കിയതായി ദൈവത്തെ സ്തുതിക്കുന്നു. आज की पवित्र आराधना के बाद एक और बार शाम के समय पर इस प्रकार इकट्ठा होने के लिए परमेश्वर ने दिया हुआ सौभाग्य के लिए धन्यवाद करते हैं. ഉപവാസ പ്രാർത്ഥനയുടെ തീം കർത്താവ് നമുക്ക് തന്നത് എല്ലാവരും കാണുവാനായി ഒരിക്കൽ കൂടി അത് റിഫ്ലക്റ്റ് ചെയ്യുന്നു. അതിലെ മുഖ്യമായ വചനം നിങ്ങൾ ശ്രദ്ധിക്കണം. ആ വചനത്തിൽ നിന്നുകൊണ്ടാണ് നാം ഇന്ന് ചിന്തിക്കുവാൻ आग्रहिക്കുന്നത്. ये उपवास और प्रार्थना के लिए कलीसिया ने प्रार्थना करने के बावजूद रखा वो जो थीम है आपके लिए प्रोजेक्टर स्क्रीन में प्रोजेक्ट किया जा रहा है. कृपया उसको एक और बार देखने पाए, लिखा गया वो वचन की और आप लोग गौर लगाने पाए, क्योंकि उन्हीं वचनों के आधार पर हम इस समय पर परमेश्वर के चरणों में शरण धारण करेंगे. आप सब लोग पढ़ सकते हैं कि उसमें क्या लिखा है. उसके बाद हम आगे की ओर जाएंगे. आप सब लोग पढ़ सकते हैं कि क्या पढ़. सब लोग ऊंचे शब्द से पढ़ो पढ़ो पढ़ो. സ്ക്രീനിൽ കാണുന്ന ശബ്ദം എല്ലാവരും വായിക്കണമെന്ന് നിവേദിക്കുന്നു ഈ സമയത്ത്. ഓക്കെ, കാണുന്നില്ലേ ആർക്കും? വായിച്ചോ മുന്നോട്ട് വായിര. എല്ലാവരും വായിച്ചാട്ടെ. അത് വായിക്കാൻ അറിയത്തില്ല എല്ലാവർക്കും. പ്രൈസ് ഗോഡ്. सब लोग पढ़ने पाए. सेकंड रिवाइवल फास्टिंग फीस्ट अक्टूबर 9 to 16 2016. या नाउ वो वचन को पढ़ने पाए. कौन सा वचन है? आप अपने पवित्र शास्त्र में निकाल सकते हैं. योवेल नबी का पुस्तक 2 अध्याय उसकी 12वीं वचन. യോവേൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 12-13 വാക്യങ്ങളാണ് നമുക്ക് വായിക്കേണ്ടത്, ചിന്തിക്കുവാനായിട്ടും. അതുകൊണ്ട് നമുക്കൊരിക്കൽ കൂടി ദൈവസ്ഥലിൽ എന്തുകൊണ്ട് എഴുന്നേറ്റുകൂടാം? നമുക്ക് ഒരുമിച്ച് ദൈവസ്ഥലിൽ എഴുന്നേക്കാം. सब लोग मिलकर खड़े हो जाएंगे प्रभु के चरणों में. യോവേൽ ഭവിഷ്യവക്ത की पुस्तक യോവേൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 12-13 വാക്യങ്ങൾ നമുക്ക് ചേർന്ന് വായിക്കാം. എല്ലാവർക്കും ലഭിച്ചുവെങ്കിൽ सब लोगों को मिल गया तो आमीन कहने पाए. आमीन. എന്നാൽ ഇപ്പോഴെങ്കിലും നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടും ഉപവാസത്തോടും കരച്ചിലോടും വിലാപത്തോടും കൂടെ എന്നിലേക്ക് തിരിയുവിൻ എന്ന യഹോവയുടെ അരുളപ്പാട്. വസ്ത്രങ്ങളെയല്ല, ഹൃദയങ്ങളെ തന്നെ കീറി നിങ്ങളുടെ ദൈവമായ യഹോവയുടെ അടുക്കലേക്ക് തിരിയുവിൻ. അവൻ കൃപയും കരുണയും ദീർഘക്ഷമയും മഹാദയയുമുള്ളവനല്ലോ. അവൻ അനർത്ഥത്തെക്കുറിച്ച് അനുതപിക്കും. സ്വർഗപിതാവേ, നന്ദിയോടെ അങ്ങയെ സ്തുതിക്കുന്നു. ഈ രാത്രിക്ക് അല്ലെങ്കിൽ ഈ ഉപവാസ പ്രാർത്ഥനയുടെ 7 ദിവസങ്ങൾക്ക് വേണ്ടി അപ്പോൾ ഞങ്ങളുടെ ഹൃദയത്തോട് ഇടപെട്ട ആലോചനയ്ക്കായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ്. ആത്മാവ് തന്നെ തുടർന്ന് ഞങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കണമേ. ഞങ്ങൾ ജീവിതത്തിനകത്ത് രൂപാന്തരം വരുത്തണമേ. ഇതിനെതിരെ വ്യാപരിച്ചു നിൽക്കുന്ന സകല പോരുകളെയും യേശുവിൻ്റെ നാമത്തിൽ വീണ്ടും ഞങ്ങൾ ഒരുമിച്ച് ബന്ധിക്കുന്നു. വചനത്തിൻ്റെ വാതിലുകൾ തുറന്നു തരണം യേശുവിൻ നാമത്തിൽ. നല്ല പിതാവേ, ജനം ഒരുമിച്ച് പറഞ്ഞാട്ടെ ആമേൻ. നിങ്ങൾക്കിരിക്കാം. आप लोग अपने स्थान पर बैठ सकते हैं इस समय पर. ദൈവാലോചന പ്രകാരമാണ് വീണ്ടും നാം ഉപവാസത്തിലായിരിക്കുന്നത്. परमेश्वर की वाणी के अनुसार वापस हम लोग एक और बार ये साल का दूसरी एक उपवास और प्रार्थना में बैठे हैं. ഈ വർഷം സഭയായി നാം 2ാമത്തെ പ്രാവശ്യമാണ് ഉപവസിക്കുന്നത്. ये बार ये साल जो है कलीसिया मिलकर हम ये दूसरी बार उपवास में बैठे हैं. മാർച്ച് से मई तक നമ്മൾ 40 ദിവസം സഭയായി ഒരുമിച്ച് ഉപവസിച്ചു. मार्च से लेकर मई महीने तक कलीसिया मिलकर हम 40 दिन के उपवास और प्रार्थना रखे. അന്ന് നമ്മളുടെ തീമായിരുന്നു ദൈവം നമുക്ക് തന്നത് ടീച്ച് മീ ഓ ലോർഡ്, ഞങ്ങളെ പഠിപ്പിക്കണമേ അല്ലെങ്കിൽ ഞങ്ങളെ ഉപദേശിക്കണമേ. उस समय पर उस उपवास और प्रार्थना के संदर्भ में परमेश्वर ने हम लोगों को दिया हुआ एक थीम था, प्रभु जी हमें सिखाने पाए. ദൈവം വളരെയധികം കാര്യങ്ങളെ നമ്മളെ പഠിപ്പിച്ചു. परमेश्वर ने कलीसिया को कई प्रकार के बातों को गहराई में सिखाया. जरूर ആത്മമണ്ഡലത്തിന്റെ വാതിലുകൾ അവൻ നമുക്ക് തുറന്നു തന്നു. आत्मिक मंडलों के द्वार परमेश्वर ने कलीसिया के लिए खोल के दिया. പൈശാചിക മണ്ഡലത്തിന്റെ ബലങ്ങൾ അവൻ ഇവിടെ കെടുത്തി. शत्रु के कई प्रकार के सिंह को मेरा परमेश्वर ने कलीसिया के अंदर तोड़ दिया. വർഷങ്ങളായി കുടുംബങ്ങളെ വ്യക്തിജീവിതങ്ങളെ ബന്ധിച്ചിട്ടിരുന്ന മന്ത്രവാദത്തിന്റെയും ആഭിചാരത്തിന്റെയും ശക്തികൾ ആ 40
പെന്തക്കോസ് ഉപവാസ പ്രാർത്ഥനയിൽ ഇവിടെ പൊട്ടി തകർന്നു വീണു. सालों सालों से हर एक प्रकार के टोना जादू के जरिए से बांध के रखा हुआ परिवारों के अंदर के श्राप को मेरा परमेश्वर ने उस 40 दिन की उपवास और प्रार्थना में तोड़ के फेंक दिया है. വ്യക്തികൾ കുടുംബങ്ങൾ വിടുവിക്കപ്പെട്ടു. परिवार व्यक्तियां यहाँ कलिसिया के अंदर छुटकारे को प्राप्त किए. സഭയ്ക്കകത്ത് ഒരു പുതിയ ഉണർവിനെ കൊണ്ടുവരടിയായി. कलिसिया के अंदर खुदा बाप एक नया जागृति को लेके आया. പക്ഷെ പരിശുദ്ധാത്മാവോ വീണ്ടും നമ്മളോട് ആവശ്യപ്പെട്ടു. लेकिन पवित्र आत्मा वापस हम लोगों से चाहा. ദൈവത്തിന്റെ ആത്മാവിനോട് ഇപ്രകാരം 3 പ്രാവശ്യത്തിലധികം പറഞ്ഞു, ഞാൻ സഭയെ ഒരു സെക്കൻഡ് റിവൈവിലേക്ക്, രണ്ടാമത്തെ ഉണർവിലേക്ക് ഞാൻ സഭയെ കൊണ്ടുപോകാൻ പോവുകയാണ്. परमेश्वर की आत्मा ने 3 बार से भी अधिक मेरे ऑफिस रूम के अंदर प्रार्थना के समय मुझे इस प्रकार का कि मैं कलिसिया को मैं एक नई एक जागृति के लिए, दूसरी जागृति के लिए मैं लेके चलने वाला हूं. 2012 സഭയുടെ ജീവിത ചരിത്രത്തിനകത്ത് അവിചാരിതമായി മറക്കുവാൻ ഒരിക്കലും പറ്റാത്ത ദൈവിക ദൂതുകൾ ദൈവം നൽകി തന്ന വർഷമാണെന്ന് നമുക്ക് നന്നായി അറിയാം. 2012 अगर आप लोग 2016 जो 16 है, अगर आप लोग याद करेंगे तो परमेश्वर ने कई प्रकार के वायदों से परमेश्वर ने कलिसिया को भरा है. ഈ വർഷമാണ് ദൈവം നമ്മളോട് പറഞ്ഞത് ഇറ്റ്സ് എ ന്യൂ ബിഗിനിങ്, എന്നൊരു പുതിയ ആരംഭമെന്ന്. ये साल खुदा बाप ने इस प्रकार कहा है कि कलिसिया के लिए ये एक नया आरंभ है. കുടുംബങ്ങളിൽ പുതിയ ആരംഭങ്ങൾ കണ്ടു. परिवारों के अंदर एक नया आरंभ जरूर है. മിനിസ്ട്രിയിൽ പുതിയ ആരംഭങ്ങൾ നാം കണ്ടു. सेवकाई के अंदर एक नया आरंभ देखेंगे. ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ പൈശാചിക മണ്ഡലങ്ങളുടെ യഥാർത്ഥമായ ശക്തികൾ ഇവിടെ വെളിപ്പെടുകയും അതിനെ നിർവീര്യമാക്കുവാൻ സഭയെ ദൈവം തന്റെ അഭിഷേകത്താൽ നിറയ്ക്കുകയും ചെയ്തു. मैंने इस तरह पहले आप लोगों से कहा, शैतान के हर एक प्रकार के मंडलों को, उसके षड्यंत्र को तोड़ने के लिए, उसका बल को बलहीन करने के लिए परमेश्वर ने कलिसिया के अंदर अपने अभिषेक को भेजा है. ദൈവാത്മാവ് ഈ വർഷം എന്ന് പറഞ്ഞ ദൂതുകളെന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ परमेश्वर की आत्मा ने ये साल हम लोग को दिया वो वाणी अगर ध्यान ദൈവം करें, പറഞ്ഞു, വിശ്വസിക്കുമെങ്കിൽ ഞാൻ എന്റെ മഹത്വത്തെ खुदा വെളിപ്പെടുത്തും. ने इस प्रकार कहा, अगर तुम विश्वास करो तो मेरी महिमा को तुम देखोगे. ഈ വർഷം ദൈവത്തിന്റെ മഹത്വം നമ്മുടെ ജീവിതങ്ങളിൽ, കുടുംബങ്ങളിൽ, സഭയിൽ, ദേശത്ത് വെളിപ്പെടുന്ന വർഷമായി നാം പ്രഖ്യാപിച്ചു. ये साल परमेश्वर की महिमा हमारे कलिसिया में, हमारे परिवारों में, हमारे देशों में, हमारे चाल चलनों में देखने वाली एक साल करके हमने प्रख्यापन किया है. പിന്നീട് ദൈവാത്മാവ് നമ്മളോട് പറഞ്ഞു, നിന്നിൽ ഒരു പ്രവൃത്തി ആരംഭിച്ചവൻ അതിനെ തികയ്ക്കുവാൻ സർവശക്തനാണെന്ന്. उस वक्त खुदा बाप ने इस प्रकार कहा कि तुम्हारे अंदर एक काम को आरंभ किया, वो परमेश्वर मैं हूं जो उसको पूरा भी करता हूं. അവൻ ആരംഭം മാത്രം കുറിക്കുന്നവനല്ല, ആരംഭത്തെ അവസാനിപ്പിക്കുന്നവൻ കൂടിയാണ്. वो सिर्फ आरंभ करने वाला परमेश्वर नहीं, बल्कि आरंभ किया वो आरंभ को पूरा करने वाला भी परमेश्वर है. വ്യക്തികളിൽ അവൻ ആരംഭം കുറിച്ചത്, व्यक्तियों में जो उसने आरंभ किया, കുടുംബങ്ങളിൽ ആരംഭം കുറിച്ചത്, परिवारों में जो उसने आरंभ किया, സഭയിൽ ആരംഭം കുറിച്ചത്, कलिसिया में जो आरंभ किया, അതിനെ തികയ്ക്കുവാൻ സർവശക്തനായ उसको ദൈവം पूरा करने के लिए सर्वशक्तिमान परमेश्वर. ആലോചനകളിൽ നിന്നില്ല, वो वहां पे खत्म नहीं होता, ആലോചനകളിൽ നിന്നില്ല. वो वाणियों खत्म नहीं അവൻ होते. വീണ്ടും സഭയോട് അരുളി ചെയ്തു, वो वापस कलिसिया से ഞാൻ कहता है, സഭയ്ക്കകത്തൊരു പുതിയ രണ്ടാമത്തെ ഉണർവിലേക്ക് നടത്തുവാൻ खुदा പോകുകയാണ്. कहता है कि कलिसिया के अंदर एक दूसरी जागृति को मैं लेके आऊंगा. ഞാനത് ആത്മാവിൽ വിശ്വസിക്കുന്നു. मैं आत्मा में विश्वास करता हूँ. നാം ഒരുമിച്ച് ഏറ്റെടുക്കുകയാണ്. कलिसिया मिलकर उसको प्राप्त करते സഭയ്ക്ക് हैं. രണ്ടാമത്തെ ഉണർവ്, कलिसिया का दूसरा जागृति, സഭയുടെ കഴിഞ്ഞ 15 വർഷങ്ങളായി കണ്ടിട്ടില്ലാത്ത അടുത്ത ലെവലിലേക്ക് സഭയുടെ ഒരു വളർച്ച, कलिसिया के अंदर पिछले 16 सालों के अंदर ना देखा हुआ एक बड़ी एक जागृति, മിനിസ്ട്രിയിൽ ഒരു വളർച്ച, सेवकाई के अंदर एक जागृति, കൃപ വരദാനങ്ങൾ ഒരു വളർച്ച, हमारे परिवारों में एक ഒരു जागृति, പുതിയ ആത്മപകർച്ചയ്ക്കായി കാത്തിരിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, नई आत्मा के लिए इंतजार करने वाले मेरे प्रियो, നിന്റെ മേൽ ഒരു ആത്മാവിന്റെ പകർച്ച ഉണ്ടാവുന്ന ദിവസങ്ങളായത്. तुम्हारे ऊपर आत्मा की एक बहाव होने वाला दिन है ये. പൈശാചിക മണ്ഡലങ്ങൾക്ക് തടഞ്ഞു നിർത്തുവാൻ കഴിയാത്ത വിധത്തിൽ, शैतान के मंडल तुम्हारे सामने ना खड़े होने जैसा, അന്ധകാര ശക്തികൾക്ക് ഇതിനെ തടയുവാൻ കഴിയാത്ത വിധത്തിൽ, अंधकार की शक्तियां तुम्हें ना रोकने जैसा, പരിശുദ്ധാത്മാവിന്റെ ഒരു പകർച്ചയ്ക്കായി पवित्र आत्मा की एक बहाव के लिए ഏൽപ്പിച്ചു കൊടുക്കുന്ന ദൈവത്തിന്റെ ജനമേ, देने वाले मेरे प्रियजनों, ഈ 7 ദിവസങ്ങൾക്ക് ശേഷം ये 7 दिनों के बाद നീ എഴുന്നേൽക്കുമ്പോൾ तुम जब उठोगे, നീ ഒരു രൂപാന്തരം പ്രാപിച്ചവനെ तुम പോലെ, एक रूपांतर प्राप्त ആളു किए जैसा, മാറിയവനെ പോലെ, इंसान बदले हुए ഭാവം जैसा, മാറിയവനെ പോലെ, भाव बदला നീ हुआ जैसा, വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ जब तुम उठोगे, അന്ധകാരത്തിന്റെ പൈശാചിക മണ്ഡലങ്ങൾ अंधकार के शैतान के നിനക്ക് മുമ്പിൽ मंडल മുട്ടുമറയ്ക്കുന്ന, तुम्हारे सामने घुटने टेकने वाला, നിനക്ക് മുമ്പിൽ മുട്ടുകളെ മടക്കുന്ന तुम्हारे सामने घुटने ഒരു टेकने वाला, പുത്തൻ അഭിഷേകത്തിന്റെ പുതപ്പ്, एक नया अभिषेक का चादर, ഒരു പുതിയ അഭിഷേകവുമായി एक नया अभिषेक के साथ ദൈവം നിന്നെ നിറയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു. खुदा तुम लोग को भरना चाहता है.
Amen. हालेलुया, Amen. हालेलुया। എന്റെ തമ്പുരാൻ ഒന്ന് പറഞ്ഞാൽ मेरे खुदा एक बात अगर कहने से അവൻ വാക്കുമാറുന്നവനല്ല. वो कभी बदलता नहीं है। Amen. हालेलुया। കാലങ്ങൾ മാറും, കോലങ്ങൾ മാറും, ഗവൺമെന്റുകൾ മാറും, പക്ഷേ എന്റെ സ്വർഗീയ ഗവൺമെന്റ് മാറുന്നതല്ല. समय बदल सकता है, गवर्नमेंट बदल सकता है, लेकिन मेरा स्वर्गीय गवर्नमेंट कभी नहीं बदलता। ഇന്ന് രാത്രി ഒരു കാര്യം തിരിച്ചറിഞ്ഞു. एक बात आप लोग याद रखो, നിന്നെ ഒരു അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകുവാൻ, तुम्हें एक अगले पड़ाव में लेके चलने के നിന്റെ लिए, കുടുംബത്തെ ഒരു അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകുവാൻ, तुम्हारे परिवार को अगले लेवल में लेके സഭയെ चलने के അടുത്ത लिए, ലെവലിലേക്ക് കൊണ്ടുപോകുവാൻ, कलिसिया को अगले पड़ाव में लेके चलने, രണ്ടാമത് ഒരു വീണ്ടും ഉണർവിനെ സഭയ്ക്കകത്തേക്ക് അയക്കുവാൻ कलिसिया के अंदर एक जागृति भेजने के लिए കർത്താവിന് പദ്ധതിയുണ്ട്. परमेश्वर इच्छा रखता है। അതുകൊണ്ട് ഈ ഉപവാസവും പ്രാർത്ഥനയും इसलिए ये उपवास और प्रार्थना സാധാരണ രീതിയിൽ എന്ന പോലെ വീണ്ടും കരുതരുത്. साधारण जिस तरह होता है वैसे ना सोचने നാം पाए। വചനത്തിലേക്ക് ശ്രദ്ധിക്കുവാൻ പോകുന്നു. वचन के अंदर हम ध्यान करेंगे, എന്താണ് ഈ വചനത്തിൽ കൂടി ദൈവാത്മാവ് നമ്മളോട് ഇടപെടുവാൻ ये ആഗ്രഹിക്കുന്നത്? वचन के जरिए परमेश्वर की आत्मा हम लोग से क्या कहना चाहता है। യോവേൽ പ്രവാചക പുസ്തകം നാം ശ്രദ്ധിക്കുമ്പോൾ योवेल भविष्यवक्ता का पुस्तक अगर याद करें, യോവേൽ എന്ന വാക്കിന്റെ തന്നെ അർത്ഥം योवेल नाम का शब्द का अर्थ ही യഹോവ ദൈവമാകുന്നു. यहोवा परमेश्वर है। ആ വാക്കിന്റെ അർത്ഥം കൊണ്ട് തന്നെ നമുക്ക് അനർത്ഥമാകുന്ന ഒരു കാര്യമുണ്ട്. उस वाक्य से ही हम लोग को समझ में आने वाली एक बात है, യാവേ അവൻ ദൈവമാകുന്നു. यावे वो परमेश्वर है। അപ്പൊ ദൈവം ദൈവത്തിന്റെ ജനത്തോട് ഇടപെടുന്ന, മടങ്ങിവരവിന് ആഹ്വാനം കുറിക്കുന്ന, ആത്മപകർച്ചയുടെ വാഗ്ദത്തം നൽകുന്ന ഒരു പുസ്തകമാണ് യോവേൽ പ്രവചനത്തിന്റെ പുസ്തകം. तो ये जो परमेश्वर का वचन जो है, या ये जो अध्याय जो है, अपने जनों के लिए वापसी आने के लिए तत्पर रखने वाले लोगों के बोलने वाली एक वचन है ये। രണ്ടാം അധ്യായത്തിന്റെ 12ാമത്തെ വാക്യം നാം വായിക്കുമ്പോൾ दूसरे अध्याय के 12वीं वाक्य जब पढ़ते हैं, ഇപ്പോഴെങ്കിലും എന്നൊരു ശബ്ദം ഇവിടെ കാണുന്നുണ്ട്. अभी भी सुनो करके देखने वाला एक शब्द है। അപ്പൊ ഇപ്പോഴെങ്കിലും എന്ന ശബ്ദത്തിന് अभी भी करके बोलने वाले शब्द നാം में ശ്രദ്ധിച്ചു നോക്കുമെങ്കിൽ अगर हम ध्यान पूर्वक रहेंगे, ജീവിതത്തിനകത്ത് പരാജയം സംഭവിച്ച ജനം, जीवन के अंदर पराजय को अनुभव किया वो लोग, റിച്വൽ രീതികൾക്കനുസരിച്ച് പലവട്ടം ഉപവസിച്ചവരാണ് അവർ. रीति रिवाजों के अनुसार कई समय पर कई रीतियों से उपवास किए हुए लोग हैं ये। ഇപ്പോൾ അവരുടെ ജീവിതം മക കഷ്ടത്തിലായിരിക്കുകയാണ്. अभी लेकिन इनका जीवन बड़ी ही क्लेश में गुजरने वाला जीवन है। പച്ചപ്പുഴുവും വെട്ടുക്കിളിയും തുള്ളനും വിട്ടിലും അവരുടെ ആഹാരങ്ങളെയും അവരുടെ കൃഷിയിടങ്ങളിലെ ഫലങ്ങളെയും നശിപ്പിച്ചു കളഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, हासिल और टीटी इनके सारे प्रकार के जो आशीषों को नष्ट करने वाले अवसर पर, അവരുടെ ജീവിതത്തിനകത്ത് പരാജയത്തിൽ നിന്ന് പരാജയത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ, जीवन के अंदर पराजय से पराजय की ओर जब ये लोग बढ़ रहे हैं, ഒരു റിച്വൽ രീതിയിലുള്ള ഒരു മടങ്ങി വരവല്ല, एक रीति रिवाज के अनुसार की वापसी नहीं, യഥാർത്ഥമായ ഒരു മടങ്ങി വരവിനുള്ള ആഹ്വാനമാണ് 12ാമത്തെ വാക്യം നാം കാണുന്നത്. बल्कि अपने हृदय पूर्वक रीति से रहने वाली एक वापसी के बारे में 12वीं वाक्य के अंदर हम पढ़ते हैं। നാം യഹൂദന്മാരുടെ രീതികളെ കുറിച്ച് നോക്കുമ്പോൾ, हम यहूदियों की अगर रीतियों को देखें, സാധാരണ ഉപവസിക്കുമ്പോൾ वे लोग जब साधारण तौर से उपवास അവർ करते हैं, അവരുടെ വസ്ത്രങ്ങളെ അഴിച്ചു മാറ്റി ചാക്കുവസ്ത്രങ്ങളെ ഉടുത്ത് वे लोग अपने वस्त्र को उतारकर राख पहनकर, അവരുടെ തലയിൽ പൂഴി വാരിയിട്ട് उनके सर पर राख डालकर, അവർ മുഖത്ത് എണ്ണ പോലും തേക്കാതെ ഉപവസിക്കുന്ന ഒരു രീതി അവർക്കുണ്ടായിരുന്നു. वे लोग चेहरे पर तेल भी ना डालते हुए उपवास करने वाला एक रीति उनको है। അത് കുറച്ചങ്ങോട്ട് കടന്നു കഴിഞ്ഞപ്പോൾ പാരമ്പര്യമായി മാറി, വെറും ഒരു ആചാരമായി മാറി. थोड़े थोड़े समय बीतते बीतते ये जो उपवास की रीति है, एक रीति रिवाज सा उनकी जिंदगी के अंदर बदल गया। പലപ്പോഴും ഇങ്ങനെയാണല്ലോ. कई बार ऐसा है ना मेरे നാം प्रियो, കൂടെ ഒരു കാര്യം ചെയ്യുമ്പോൾ हम बार बार एक बात जब करते അതിന്റെ हैं യാഥാർത്ഥ്യത നഷ്ടപ്പെടുകയും तो उसकी एक ओरिजिनलिटी हमारे हाथ से नष्ट होता है, ഒരു ആചാരമായി മാറുകയും സ്വാഭാവികമാണ്. और हमारी मानसिक तौर से वो एक रीति रिवाज सा बन जाता है। സ്വാഭാവികമായി ആചാരപരമായി ഉപവസിക്കുന്ന ഒരു ജനത്തോട് ऐसे मानसिक तौर के जरिए से रीति रिवाज के अनुसार उपवास करने वाले लोगों से യഥാർത്ഥമായ ഉപവാസവും മടങ്ങിവരവും എന്താണെന്നുള്ളതാണ് 12ാമത്തെ വാക്യത്തിൽ കാണുന്നത്. सही तौर का उपवास और वापसी के बारे में उनको दिखला के देने वाली एक बात है 12वीं वाक्य के अंदर। അതുകൊണ്ടാണ് അവിടെ പറയുന്നത്, इसलिए वहां पे लिखा है, ഒന്ന് പൂർണ്ണ ഹൃദയത്തോടെ എന്ന് പറഞ്ഞാൽ ആരും ആലസ്യ ഹൃദയസേന എന്ന് പറഞ്ഞാൽ ഒരു അലക്ഷ്യമായിട്ടല്ല, പൂർണ്ണ ഹൃദയത്തോടെ വേണം ഒന്ന് നീ ഉപവസിക്കാൻ.
एक यहाँ पर लिखा गया है कि पूर्ण अपने मन से और अपने हृदय से उपवास करना है। ആരെങ്കിലും പറഞ്ഞതുകൊണ്ട് ഉപവസിക്കരുത്. किसी ने बोला है इसलिए उपवास मत करो। നിന്റെ ആത്മാവിനകത്ത് പരിശുദ്ധാത്മാവിന്റെ പ്രചോദനത്താൽ നീ ഉപവസിക്കണം. हमारी आत्मा के अंदर पवित्र आत्मा की प्रेरणा के अनुसार आके उपवास करो। ഇപ്പൊ പലപ്പോഴും ഉപവസിക്കുന്ന സഭ ഉപവാസം ഡിക്ലെയർ ചെയ്യുമ്പോൾ तो कई बार जब कलिसिया के अंदर उपवास को डिक्लेयर करते हैं, വല്ലവരെയും കാണിക്കുവാനായി ഞാൻ ഉപവാസത്തിലാണ് എന്നുള്ള ഭാവത്തോടു കൂടി ഒരുപക്ഷെ നാം ഒരു നേരത്തെ ആഹാരമൊക്കെ ഒന്ന് വെടിഞ്ഞ് ഉപവസിക്കാറുണ്ട്. कई बार हम कईयों को दिखाने के लिए जिंदगी के अंदर एक समय का भोजन शायद हम स्किप करते हैं। പക്ഷെ ഈ ഉപവാസം അങ്ങനെയല്ല. लेकिन ये उपवास ऐसा नहीं है। ഒന്ന് പൂർണ്ണ ഹൃദയത്തോടെ ആയിരിക്കണം നിന്റെ ഉപവാസം. एक अपना पूरा हृदय से होना चाहिए तुम्हारा उपवास। അവിടെ തന്നെ നാം പല കാര്യങ്ങളാണ് കാണുന്നത്. वहां पर उसके नीचे अनेक बातों को देखते हैं। ഉണ്ടായിരിക്കണം കരച്ചിലും വിലാപത്തോടും കൂടെ എന്നിലേക്ക് തിരിയുവിൻ എന്ന് യഹോവയുടെ അരുളപ്പാട്. उपवास के साथ इस प्रकार लिखा है कि रोते पीटते अपने पूरे मन से फिरकर मेरे पास आओ। സോ ഇപ്പോഴെങ്കിലും എന്ന വാക്യം കൊണ്ട് now എന്ന വാക്യം കൊണ്ട് മനസ്സിലാക്കുവാൻ കഴിയുന്നത് अभी भी सुनो करके बोलने वाले शब्द से समझने वाली एक बात जो है, we have the sense of an urgency in our life, in our life. हमारे जिंदगी के अंदर एक अर्जेंसी का एक मनोभावना हमारे अंदर होना है। എത്രയൊക്കെ മനസ്സിലായി പറഞ്ഞ കാര്യം? कितनों को समझ में आ रहा है जो मैं बोल रहा हूं? ഇപ്പോഴെങ്കിലും എന്ന് പറയുന്നതിന്റെ കാരണം अभी तो सुनो करके बोलने वाले शब्द का we अर्थ need to have a sense of urgency of that time. हमारे जिंदगी के अंदर समय के बहुमूल्यता को समझते हुए एक अर्जेंसी होना ഈ है। ഉപവാസ പ്രാർത്ഥനയിൽ ये उपवास और प्रार्थना में ഈ സമയത്തിന്റെ അർജൻസിയുടെ സെൻസോട് കൂടി ദൈവസന്നിധിയിൽ ഇരിക്കുവാൻ തയ്യാറുള്ള ദൈവമക്കൾക്കായി ദൈവത്തെ വാഴ്ത്തുകയാണ്. समय की बहुमूल्यता को समझते हुए उसकी अर्जेंसी को समझते हुए बैठने वाले लोगों के लिए खुदा का धन्यवाद। സമയം ഒരിക്കലും നമ്മൾക്ക് വേണ്ടി കാത്തിരിക്കുന്നില്ല. समय कभी भी हमारे लिए इंतजार नहीं करेगा। കാലങ്ങളൊക്കെ പെട്ടെന്ന് തീർന്നുകൊണ്ടിരിക്കും. समय जल्दी से ही खत्म होते आता है। പക്ഷേ ഈ സമയത്തിന്റെ അർജൻസി മനസ്സിലാക്കി ഉപവസിക്കാൻ തയ്യാറുള്ള ദൈവമക്കൾക്കായി ദൈവത്തെ സ്തുതിക്കുക. लेकिन ये समय की बहुमूल्यता को समझते हुए उपवास करने के लिए बैठने वाले लोगों के लिए खुदा का We need धन्यवाद। to have the sense of urgency of the time. तो हमारी जिंदगी के अंदर समय की बहुमूल्यता को समझो। രണ്ടാമത്തെ കാര്യം അവിടെ ആവശ്യപ്പെടുന്നത് दूसरी बात जो वहां पर देखते हैं, മടങ്ങി വരും എങ്കിലേക്ക്. ഇപ്പോഴെങ്കിലും നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടും ഉപവാസത്തോടും കരച്ചിലോടും വിലാപത്തോടും കൂടെ എന്നിലേക്ക് തിരിയുവിൻ, റിട്ടേൺ ടു മീ എന്നാണ് നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നത്. उपवास के साथ रोते पीटते दूसरा भाग इस प्रकार कहते हैं कि अपने पूरे मन से फिर कर मेरे पास आओ। എന്ന് പറഞ്ഞാൽ ഒരു മടങ്ങി വരവിനുള്ള ആഹ്വാനമാണ് അവിടെ കൊടുക്കുന്നത്. एक वापसी के लिए एक प्रेरणा उन लोगों को वहां पर दिया है। ആ മടങ്ങി വരവ് എങ്ങനെയായിരിക്കണം? वो वापसी कैसे होना है? ഒരു ട്രൂ റിപ്പൻഡൻസ്, ഒരു സത്യസന്ധമായ മാനസാന്തരത്തിന്റെ അനുഭവത്തോടു കൂടി, एक सच्चाई की एक वापसी के साथ, एक सही तौर की एक मन फिरावट के साथ। എന്തുകൊണ്ടാണ് 13ാമത്തെ വാക്യത്തിൽ വസ്ത്രങ്ങളെയല്ല ഹൃദയങ്ങളെ തന്നെ കീറി നിങ്ങളുടെ ദൈവമായ യഹോവയുടെ അടുക്കലേക്ക് തിരിയുവിൻ, മടങ്ങി വരുവിൻ എന്ന് പറഞ്ഞിരിക്കുന്നത്? मेरे प्रियो, क्यों 13वीं वाक्य के अंदर इस प्रकार लिखा है कि अपने वस्त्र नहीं अपने मन ही को फाड़कर अपने परमेश्वर यहोवा की ओर फिरो। ഈ ഉപവാസവും പ്രാർത്ഥനയും മാനസാന്തരവും ഒക്കെ ഭാഗരികമായ പ്രകടനങ്ങളായി തീരാതെ ആന്തരികമായ നിന്റെ ഹൃദയത്തിന്റെ അകത്തു നിന്ന് ഉയർന്ന ഒന്നായി മാറുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ये उपवास और जो भी प्रार्थना हम कलिसिया के अंदर करते हैं या जिंदगी के अंदर करते हैं, बाहरी लोगों को दिखाने के लिए एक प्रकटन नहीं बल्कि हमारे आंतरिक आत्मा की एक प्रकटन होना है। ഇന്ന് പകൽക്കാലം നാം ചിന്തിച്ച വിഷയത്തെ നാം ശ്രദ്ധിക്കുകയാണെങ്കിൽ अगर आज के दिन में हम लोगों ने चिंता किया वो विषय की ओर ध्यान करें, ഇതൊക്കെ ആത്മികർക്ക് നന്നായി മനസ്സിലാകും. ये आत्मा में रहने वाले लोगों को अच्छे समझ में आएगा। രാവിലെയും പരിശുദ്ധാത്മാവ് ഇടപെടുന്നത് ശ്രദ്ധിച്ചായിരുന്നു? आज सुबह क्या पवित्र आत्मा ने बोला वो बात ध्यान किए। നിന്റെ പുറമേയുള്ള വിശുദ്ധിയല്ല, നിന്റെ അകമേയുള്ള വിശുദ്ധി. तुम्हारी बाहरी पवित्रता ही नहीं बल्कि तुम्हारी भीतरी पवित्रता ही। അതുപോലെ ഇന്ന് വൈകുന്നേരം ദൈവാത്മാവ് പറയുകയാണ് ഉപവാസ പ്രാർത്ഥന ആരംഭ സെക്ഷനിൽ, और शाम को पवित्र आत्मा उपवास प्रार्थना की आरंभ में कहता है, നിന്റെ പുറമേയുള്ള പ്രകടനങ്ങളല്ല, മറിച്ച് നിന്റെ അകത്തിന്റെ അകത്തു നിന്നൊരു മാനസാന്തരവുമായി, तुम्हारे बाहरी दिखाए जाने वाले प्रकटीकरण नहीं बल्कि तुम्हारे मनों के अंदर की आत्मा की एक उपवास और प्रार्थना की तैयारी। ആ ഒരു മാനസാന്തരത്തെ
മരണത്തിന്റെ അനുഭവത്തിൽ കൂടി യഹോവയെങ്കിലേക്ക് മടങ്ങി വരുവാൻ ആഹ്വാനം ചെയ്യുന്ന ഒരു പുസ്തകമാണ് യോവേൽ പ്രവാചകന്റെ പുസ്തകം. तो इस प्रकार की एक मनोभावना के साथ अपने मनों को फाड़ते हुए, रोते पीटते हुए वापस की एक अनुभव के बारे में बतला के देने वाले एक भविष्यवक्ता का पुस्तक है योवेल भविष्यवक्ता का पुस्तक. മടങ്ങി വന്നു കഴിയുമ്പോൾ ऐसे वापस जब आते हैं, നിങ്ങൾക്ക് വേണ്ടി ദേശത്തിന് വേണ്ടി എന്ത് ചെയ്യുമെന്നുള്ള വാഗ്ദത്തങ്ങൾ കൂടി തുടർന്നുള്ള അധ്യായങ്ങളിൽ യഹോവയായ ദൈവം പ്രവാചകനിൽ കൂടി അരുളി ചെയ്തിട്ടുണ്ട്. ऐसे वापस आने से मैं तुम्हारे लिए देश के अंदर तुम्हारे जनों के लिए क्या क्या करूंगा करके कुछ वचनों की आधार से हम देखेंगे. ഈ പ്രാരംഭ സെക്ഷനിൽ ഞാൻ ഇത്രയും പറഞ്ഞ് പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. तो ये आरंभ के सेक्शन में कुछ चीजें आप लोगों की नजरों के सामने लेके ഈ ഒരു प्रार्थना करना चाहते हैं. ഉപവാസ പ്രാർത്ഥന ये उपवास और प्रार्थना ഒരു ഭാഗ്യമായ പ്രകടനങ്ങളെ അല്ലാതെ ये सांसारिक लोगों को ना दिखलाते हुए യഥാർത്ഥമായ മാനസാന്തരത്തിന്റെ അനുഭവമായി ദൈവസ്ഥലേക്ക് ഒന്ന് മടങ്ങി വന്നാൽ, सही तौर के मन फिरावट के अनुभव के साथ वापस आने से ദൈവം കുടുംബങ്ങളെയും സഭയെയും വിടുവിച്ച് ഒരു വലിയ ഉണർവിന് വേണ്ടി തന്റെ ആത്മാവിന്റെ ശക്തിയെ പകരുവാൻ परमेश्वर ആഗ്രഹിക്കുന്നു. जरूर परिवारों के अंदर कलिसिया के अंदर अपना जागृति को बेचकर एक चंगाई का अनुभव हम लोग को देगा जरूर. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ऐसे सब बातों को ध्यान करेंगे. യഥാർത്ഥമായ മാനസാന്തരം ആരംഭിക്കുന്നത് ഹൃദയത്തിൽ നിന്നാണ്. सही तौर की मन फिरावट आरंभ होता है हमारे हृदय के अंदर से. യഥാർത്ഥമായ മാനസാന്തരം ഒരു വ്യക്തിയിൽ ഉണ്ടായാൽ, सही तौर का मन फिरावट अगर एक व्यक्ति में हो तो അവന്റെ ജീവിതത്തെ തന്നെ അത് രൂപാന്തരപ്പെടുത്തും. वो उसके जीवन को ही बदल देता है. എന്ന് പറഞ്ഞാൽ ഒന്നുകൂടി പറയാം. कबार कहूं मैं, യഥാർത്ഥമായ ഒരു മാനസാന്തരം ഒരു വ്യക്തിയിൽ ഉണ്ടായാൽ, सही तौर का मन फिरावट एक व्यक्ति की जिंदगी में हो तो അത് അവന്റെ ജീവിതത്തെ തന്നെ ആകമാനം രൂപാന്തരപ്പെടുത്തും. वो उसकी जिंदगी को ही बदल देता है. അത് ഹൃദയത്തിൽ നിന്ന് ആരംഭിക്കുന്നു. वो हृदय से आरंभ होकर അത് ഹൃദയത്തിൽ രൂപാന്തരം കൊണ്ടുവരുന്നു. हृदय के अंदर रूपांतर लेके ആ आकर ഹൃദയത്തിൽ രൂപാന്തരം കൊണ്ടുവരുന്ന കാര്യം ഭാഗ്യമായ പ്രകടനങ്ങളിലേക്ക് നിശ്ചയമായും കടന്നു വരുന്നു. हृदय के अंदर लेके आने वाला जो रूपांतर है जरूर निश्चय तौर से बाहरी तौर से भी वो बदलावट लेके അത് आएगा. നിന്റെ വെളിയിലുള്ള നിന്റെ പ്രതിഫലനങ്ങൾ കൂടി അല്ലെങ്കിൽ നിന്റെ ആക്ഷനുകളിൽ കൂടി അത് പ്രതിഫലിച്ച് കാണുവാൻ കഴിയും. ये जो हृदय के अंदर होने वाली मनोभावना की बदलावट जो है आप लोगों की स्वभाव के जरिए बाहरी तौर के मनुष्य उसको समझ पाएंगे, जान ഇന്ന് पाएंगे. വിശുദ്ധിയെ കുറിച്ച് നാം പകൽ ചിന്തിച്ചപ്പോഴും सुबह जब पवित्रता के बारे में हम लोग चिंता किए, ഞാൻ പറഞ്ഞു ഇത് സ്വഭാവ രൂപീകരണത്തിന്റെ ഒരു വിഷയമാണ് ഈ വിശുദ്ധിയിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. मैंने कहा स्वभाव का जो रूपांतर है पवित्रता के अंदर की एक भाग है. അപ്പൊ പരിശുദ്ധാത്മാവ് എന്താണ് ആഗ്രഹിക്കുന്നത്? पवित्र आत्मा क्या चाहता है? ഈ ഉപവാസ പ്രാർത്ഥനയിൽ ये उपवास और प्रार्थना में നാം വെറും ശരീരത്തിന് മാത്രം എന്തെങ്കിലും ഒരു തക്ലീഫ് കൊടുത്തുകൊണ്ട് हम शरीर को ही एक प्रकार का तकलीफ देते ഒരു हुए, ആചാരത്തിൽ ഇരിക്കാതെ एक रीति रिवाज के लिए ना बैठते हुए യഥാർത്ഥമായി ഹൃദയത്തിനകത്ത് മാനസാന്തരം ഉണ്ടായിക്കൊണ്ട് ഒരു ഉപവാസം നാം കഴിക്കുവാൻ തയ്യാറായാൽ, अगर हम पूरे मन से परमेश्वर के चरणों में मन फिरावट के साथ उपवास के लिए बैठने के लिए तैयार होने से പരിശുദ്ധാത്മാവ് ചില കാര്യങ്ങൾ ചെയ്യുവാൻ पवित्र ആഗ്രഹിക്കുന്നു. आत्मा कुछ क्रियाओं को कलिशा में करना चाहता है. ഞാൻ രാവിലെയും പറഞ്ഞൊരു കാര്യമുണ്ടോ, मैंने सुबह भी कहा हुआ एक बात है, നിന്റെ അകത്ത് വെളിപ്പാക്കപ്പെടുമ്പോൾ, आपका अंदर जब आप शुद्ध करते हैं, നിന്റെ അകം വിശുദ്ധിയിലേക്ക് നയിക്കപ്പെടുമ്പോൾ, आपकी भीतरी मनुष्यत्व को जो जब आप पवित्रताई में लेके चलते हो, അകത്തിന്റെ പ്രതിഫലനം പുറത്ത് നിശ്ചയമായിട്ടും ഉണ്ടായിരിക്കും. भीतरी भागों में होने वाली जो शुद्धताई की जो बदलावट है जरूर बाहरी भागों में भी ഇനി നാം आएगा. ശ്രദ്ധിക്കുമ്പോൾ जब आप ध्यान करते हैं ഈ പരിശുദ്ധ വേദപുസ്തകം നാം ശ്രദ്ധിക്കുകയാണെങ്കിൽ पवित्र वचन के अंदर अगर आप ध्यान करें, നിയമിക്കപ്പെട്ട ഉപവാസമുണ്ട്. उपवास जो है ठहराया गया वो उपवास है. പരാജയത്തിന് നടുവിൽ ഉപവസിച്ച് വിജയം കണ്ടെത്തിയവരുണ്ട്. पराजय के बीच में उपवास करके जय को प्राप्त किया वो उपवास है. കുറവുകളെ ഏറ്റുപറഞ്ഞ് ഉപവസിച്ചതുണ്ട്. मन फिरावट को प्राप्त करने वाला एक उपवास है. സ്വന്തം പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപവസിച്ച ഉപവാസ खुद പ്രാർത്ഥനകളുണ്ട്. के पाप को अंगीकार किया वो उपवास और प्रार्थना है. സ്വന്തം പാപങ്ങളെയും കുറവുകളെയും പൂർവ്വപിതാക്കന്മാരുടെ പാപങ്ങളെയും കുറവുകളെയും ഏറ്റുപറഞ്ഞ് ഉപവസിച്ച ഉപവാസ പ്രാർത്ഥനകളുണ്ട്. खुद के पाप और पूर्वजों के पापों के बारे में जानकर उसको मन फिरावट को प्राप्त किया हुआ उपवास और प्रार्थना है. ശുശ്രൂഷ ഏറ്റെടുക്കുവാൻ ഉപവസിച്ച ഉപവാസ പ്രാർത്ഥനയുണ്ട്. सेवगाई को स्वीकार करने के लिए उपवास किया वो उपवास है. സഭയ്ക്കകത്ത്
ശുശ്രൂഷകന്മാരെ നിയമിക്കുവാൻ ഉപവസിച്ച ഉപവാസ പ്രാർത്ഥനകളുണ്ട്. कलीसिया के अंदर याजकों को ठहराने के लिए या सेवकों को ठहराने के लिए किया गया वो उपवास है. ദൈവത്തിന്റെ ആഹ്വാനത്തിനനുസരിച്ച് ദൈവശബ്ദം കേൾക്കുവാൻ, ദൈവത്തിന്റെ നിയമങ്ങൾ ഏറ്റുവാങ്ങുവാൻ ദൈവത്തോട് ഒന്നിച്ച് ഉപവസിച്ച മോശയെ കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. परमेश्वर के साथ उसके नियम को स्वीकार करने के लिए, कल्पनाओं को स्वीकार करने के लिए खुदा के साथ वास करने वाला मूसा का उपवास को देखते हैं. 3 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന, 7 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന, 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന, 40 ദിവസത്തെ ഉപവാസം, ഇതൊക്കെ വിശുദ്ധ വേദപുസ്തകത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു. 3 दिन के उपवास, 7 दिन के उपवास, 21 दिन के उपवास, 40 दिन के उपवास वचन की आधार से इन चीजों को हम देखते हैं. യേശു ഉപവസിച്ച് നാം കാണുന്നു. यीशु ने उपवास किया वो देखा. ദാനിയേൽ ഉപവസിച്ച് നാം കാണുന്നു. दानियेल को उपवास देखते हैं. എസ്തേറിന്റെ പുസ്തകത്തിൽ എസ്തേറും മൊർദെഖായും മറ്റ് ചില യഹൂദന്മാർ ഉപവസിച്ച് നാം കാണുന്നു. एस्तर की पुस्तक के अंदर से एस्तेर के बारे में, मोर्देकाई के बारे में, कई और यहूदियों के बारे में उनके उपवास को देखते हैं. യോനയുടെ പുസ്തകത്തിൽ ഒരു ദേശം മുഴുവനും ജനങ്ങൾ മാത്രമല്ല പശുക്കൾ പോലും ഉപവസിച്ച് നാം കാണുന്നു. പശുക്കൾ ഉപവസിക്കുവാനായിട്ട് വെള്ളം കൊടുക്കാത്തതുകൊണ്ടാണ്, പക്ഷേ ജനങ്ങൾ പോലും ഉപവസം കാണുന്നു. അവിടെ योना की जो पुस्तक के अंदर हम देखते हैं कि वहां पर एक पूरा देश और पशुएं मिलकर वहां पे उपवास करने वाले दृष्टांत को देखते हैं. വിശുദ്ധ വേദപുസ്തകം പരിശോധിച്ചു കഴിയുമ്പോൾ അനേക ഉപവാസങ്ങളെ കുറിച്ച് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. पवित्र वचन को अगर हम ध्यान करते हैं तो अनेक प्रकार के उपवासों को हम लोग मिलते हैं. ഈ ഉപവാസത്തിലൊക്കെ ദൈവം ആഗ്രഹിക്കുന്ന ഒന്നാണ്, इन सारे उपवासों से परमेश्वर चाहने वाली एक बात है, ട്രൂ റിപ്പൻഡൻസ്, ഒരു യഥാർത്ഥമായ മാനസാന്തരവും ഒരു മടങ്ങി വരുമാണ് എല്ലാ കാലത്തും എവിടെയും ദൈവം ആഗ്രഹിക്കുന്നത്. एक सही तौर का एक मन फिरावट और वापसी ही यहोवा परमेश्वर इन सारे संदर्भों में देखते हैं. യഥാർത്ഥമായ ഉപവാസം എന്ന് പറയുന്നത്, लेकिन सही तौर को उपवास बोलने से ദൈവത്തിലേക്കുള്ള ഒരു മടങ്ങി വരവാണ്, परमेश्वर की ओर की एक वापसी है मेरे प्रियो. യഥാർത്ഥമായ ഒരു വീണ്ടും മാനസാന്തരത്തിന്റെ അനുഭവമാണ്. सही मन की एक मन फिरावट है उपवास. ഈ ഉപവാസ പ്രാർത്ഥന, तो ये उपवास और प्रार्थना യഥാർത്ഥമായ ഒരു മടങ്ങി വരവിന്റെ ഉപവാസ പ്രാർത്ഥന. सही तौर की एक मन फिरावट की एक उपवास और प्रार्थना है. എവിടെ നമുക്ക് തെറ്റുപറ്റിയോ, जहां पर हमसे गलतियां हुआ എവിടെ है, നാം വീണുപോയോ, जहां पे हम गिर गए എവിടെ हैं, നമുക്ക് പരാജയം जहां സംഭവിച്ചു, पे हमें पराजय हुआ ആ है, മണ്ഡലങ്ങളെ എല്ലാം ഒന്ന് ഓർത്ത് പശ്ചാത്തപിച്ച ദൈവസ്ഥലേക്കുള്ള ഒരു മടങ്ങി വരവ്. वो सारे मंडलों को याद कर उसको स्वीकार करके अंगीकार करके वापसी की एक अनुभव ഈ में, മടങ്ങി വരവിനെ കുറിച്ചോ അല്ലെങ്കിൽ ആഹ്വാനത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ये वापसी के बारे में जब मैं और आप चिंता करते हैं, മലാക്കിയുടെ പുസ്തകം 3-ാം അധ്യായം 7-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, मलाकी का पुस्तक 3 अध्याय की 7वीं वाक्य जब पढ़ते हैं, മലാക്കി, the book of Malachi chapter 3 verse number 7 नाम वाइकुंबोल, मलाकी का पुस्तक 3 अध्याय उसकी 7वीं वाक्य जब हम पढ़ते हैं मेरे प्रियो, इस प्रकार लिखा है, अपने पुरखों के दिनों से तुम लोग मेरी विधियों से हटते आए हो और उनका पालन नहीं करते. तुम मेरी ओर फिरो तब मैं भी तुम्हारी ओर फिरूंगा. सेनाओं के यहोवा का यही वचन है. എങ്കിലേക്ക് മടങ്ങി വരുവിൻ, ഞാൻ നിങ്ങളുടെ അടുക്കിലേക്ക് മടങ്ങി വരുമെന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. അവിടെയും ഒരു മടങ്ങി വരവിന്റെ ആഹ്വാനം മലാക്കി എന്ന പ്രവാചകനിൽ കൂടി ദൈവജനത്തിന് കൊടുക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. मलाकी भविष्यवक्ता के जरिए परमेश्वर के जनों की ओर परमेश्वर यहोवा यही वाणी कहता है कि मन फिर आकर वापस आओ. മലാക്കിയുടെ പുസ്തകത്തിന്റെ മുഴുവൻ ചാപ്റ്ററും നാം പഠിച്ചു കഴിയുമ്പോൾ അവിടെ ദൈവസ്ഥലിലേക്കുള്ള മടങ്ങി വരവിനെയാണ് അവിടെയും മുഖ്യമായി ദൈവം ആഗ്രഹിക്കുന്നത്. वहां पर पूरी मलाकी का पुस्तक अगर मैं और आप समय निकाल के पढ़ेंगे तो वहां पर उसका मूल्य सिद्धांत अगर देखा जाए तो वापसी ही उस पुस्तक कहता है. ഞങ്ങൾ ഏതിൽ മടങ്ങി വരേണ്ടെന്നൊക്കെ ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങളുണ്ട്. लोग उसमें भी पूछते हैं, सवाल की इस प्रकार पूछते हैं कि हम किस किस बातों में वापस आना है. യഹോവയായ ദൈവം അരുളി ചെയ്യുന്നു, वहां पर भी यहोवा परमेश्वर कहता है, മടങ്ങി വരുവിൻ, എന്നാൽ ഞാൻ നിങ്ങളിലേക്കും മടങ്ങി വരും. मेरे और वापस आओ तो मैं तुम्हारी ओर वापस आऊंगा. ഇനി ഹോശേയ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, होशे भविष्यवक्ता का पुस्तक 6वीं अध्याय उसकी पहली वाक्य जब पढ़ते हैं, അവിടെയും നമുക്ക് കാണുവാൻ കഴിയുന്നത് वहां पर भी देखने वाली बात, പ്രവാചകനിൽ കൂടി ഒരു ആഹ്വാനം കൊടുക്കപ്പെടുകയാണ് ദൈവജനത്തിന്. भविष्यवक्ता के जरिए लोगों के लिए एक आह्वान दिया जाता है. പ്രവാചകൻ ഇപ്രകാരം വിളിച്ചു പറയുന്നു, भविष्यवक्ता इस प्रकार कहता है, വരുവിൻ, നാം യഹോവയുടെ അടുക്കലേക്ക് മടങ്ങി ചെല്ലുക. चलो हम यहोवा की ओर फिरे. Come, let us return to the Lord. आओ हम खुदा की ओर वापस चले. ഇങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ നാം ശ്രദ്ധിച്ച് പഠിച്ചു കഴിയുമ്പോൾ इन सारे भागों
को जब मैं और आप ध्यान से पढ़ते ഒരു हैं, മടങ്ങി വരവിനുള്ള ആഹ്വാനം ദൈവം തൻ്റെ പ്രവാചകന്മാരിൽ കൂടി തൻ്റെ ദാസന്മാരിൽ കൂടി തന്റെ ജനത്തോട് അരുളി ചെയ്യുന്നത് നമുക്ക് വളരെ വ്യക്തമായി കാണുവാൻ ये കഴിയും. वापसी का जो संदर्भ है परमेश्वर अपने बच्चों के लिए अनेक भविष्यवक्ताओं के जरिए कहलाता है. അത് തന്നെയാണ് ഈ ഉപവാസത്തെക്കുറിച്ചും ദൈവത്തിന്റെ ആത്മാവ് ആഗ്രഹിക്കുന്നതും ദൈവാത്മാവ് എന്നോട് അരുളി ചെയ്തതും. मेरे प्रियो, ये उपवास का भी यही हमारा मूल्य सिद्धांत है जो परमेश्वर ने मुझसे कहा है आप लोगों को कहने के लिए, मन फिराकर वापस आओ. അങ്ങനെ നാം ദൈവസന്നിധിയിലേക്ക് യഥാർത്ഥമായൊരു മാനസാന്തരത്തോടു കൂടി മടങ്ങിച്ചെന്ന് കഴിഞ്ഞാൽ ऐसे हम लोग परमेश्वर के चरणों में एक मन फिरावट को प्राप्त करके ദൈവം वापस आएंगे तो നമ്മുടെ നഷ്ടപ്പെട്ടു പോയ സംവത്സരങ്ങൾക്ക് പകരം തന്നുകൊണ്ടോ परमेश्वर ने हमारी जिंदगी के अंदर नष्ट हुए हुए चीजों को वापस നമ്മുടെ देते हुए, പരാജയങ്ങളെ മാറ്റിക്കൊണ്ടോ हमारे पराजयों को അവൻ बदलते നമ്മെ हुए വിജയത്തിലേക്ക് നടത്തുവാൻ സർവശക്തനാണെന്ന് ദൈവാത്മാവ് നമ്മളോട് ഇടപെടുകയാണ്. हम लोग को विजय की ओर लेकर चलने के लिए सर्वशक्तिमान है करके परमेश्वर की आत्मा कहता है. അതിനുശേഷമാണ് നാം ചിന്തിച്ചതുപോലെയുള്ള ദൈവാത്മാവിന്റെ പകർച്ചയ്ക്കുള്ള വാഗ്ദത്തം ദൈവം നൽകിയിരിക്കുന്നത്. उसके बाद इन सारे चीजों के बाद परमेश्वर की आत्मा की एक बहाव की एक बात को देखते हैं. പിന്നത്തേതിൽ നാം ഇതിങ്ങനെ കാണുന്നത് എവിടെയാണെന്ന് അറിയാമോ? इन सभी के बाद हम अंतिम क्या देखते हैं मालूम है? അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിലും ലൂക്കോസിന്റെ പുസ്തകത്തിലും മരിച്ചുയർത്തെഴുന്നേറ്റ യേശു കർത്താവ് ശിഷ്യന്മാരോട് പറയുന്നുണ്ടോ? लूका सुसमाचार और प्रेरितों के कामों के अंदर जी उठा हुआ यीशु मसीह अपने चेलों से इस प्रकार कहता है, പിതാവ് നിങ്ങളോട് വാഗ്ദത്തം ചെയ്ത പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുന്നത് വരെ നിങ്ങൾ യെരൂശലേം വിട്ടുപോകരുത്. पिता ने तुमसे वायदा किया वो पवित्र आत्मा को जब तक तुम प्राप्त नहीं करते तब तक तुम यरूशलेम छोड़ के कहीं नहीं जाना. പിതാവ് വാഗ്ദത്തം ചെയ്തത് ഈ യോവേൽ പ്രവചന പുസ്തകത്തിലാണ്. पिता ने जो वायदा किया ये योवेल भविष्यवक्ता के पुस्तक के ഈ अंदर, യോവേൽ പ്രവചന പുസ്തകത്തിലെ പ്രവചനത്തെ ഉദ്ധരിച്ചുകൊണ്ടാണ് യേശു പോലും ശിഷ്യന്മാരോട് കാത്തിരിക്കുവാനായി ये ആവശ്യപ്പെടുന്നത്. योवेल भविष्यवक्ता के पुस्तक के आधार से ही यीशु भी अपने चेलों से कहता है कि तुम यहाँ पे बैठ के रुको पवित्र आत्मा के लिए. അങ്ങനെയാണ് യേശുവിന്റെ മരിച്ച പുനരുത്ഥാനത്തിന് ശേഷം മർക്കോസിന്റെ മാളിക മുറിയിൽ 120 പേർ അടങ്ങുന്ന ആദ്യ ശിഷ്യഗണങ്ങൾ ഒരുമിച്ച് കൂടി ദൈവിക വാഗ്ദത്തമായ പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിക്കുന്നത്. इसी वायदे के अनुसार यीशु मसीह की मृत्यु और यीशु मसीह के जी उठने के बाद मरकस की 18 के अंदर 120 लोग परमेश्वर की कलीसिया की पहली कलीसिया बुलाए जाने वाले लोग एक साथ मिलकर परमेश्वर की आत्मा के इंतजार में बैठते हैं. എന്റെ കർത്താവ് എന്നോട് പറഞ്ഞു, खुदा बाप ने मुझसे कहा അതുപോലൊരു കാത്തിരിപ്പ് സഭ ചെയ്താൽ वैसे एक इंतजार कलीसिया करने ഞാൻ से എന്റെ ആത്മാവിനെ പകരും. मैं मेरी आत्मा को कलीसिया की अंदर दूंगा. മർക്കോസിന്റെ മണിമാളിയിൽ ഇറങ്ങിയ പരിശുദ്ധാത്മാവ് मरकस की 18 के अंदर उतरा वही पवित्र आत्मा ചരിത്രങ്ങളെ തിരുത്തി കുറിച്ചുകൊണ്ട് ഇന്നും ആത്മീകമായ മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ चरित्र को बदलते हुए आज भी यहाँ पर आगे बढ़ने वाले समय पर ആര് ശ്രമിച്ചിട്ട് മൂതിക്കെടുത്തുവാനോ തല്ലിക്കെടുത്തുവാനോ നശിപ്പിച്ചു കളയുവാനോ കഴിയാതവണോ ഒരു മൂവ്മെന്റ് ആയി മാറിയെങ്കിൽ कोई भी कितना भी प्रयत्न करे कोई भी ना बुझाने जैसा एक मूवमेंट बन गया था. Tabernacle Assembly of Church Lord ഇന്ന് രാത്രി ആത്മാവിൽ പ്രവചിക്കട്ടെ. Tabernacle Assemblies of God Church से आत्मा में मैं एक ഒരു भविष्यवाणी പൈശാചിക करूं. മണ്ഡലത്തിനെ ഒതുക്കി കളയുവാൻ കഴിയാതവണ്ണോ कोई शत्रु का मंडल इसको बंद ना करते हुए അന്ധകാര ശക്തികൾക്ക് ഇതിനെ ഒതുക്കി കളയുവാൻ കഴിയാതവണ്ണോ कोई भी अंधकार की शक्तियां इसको ना बुझाने जैसा ചരിത്രത്തെ തിരുത്തി കുറിക്കുന്ന ആത്മപകർച്ച വീണ്ടും പകരുവാൻ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുമ്പോൾ चरित्र को बदलने वाली एक आत्मा की बहाव परमेश्वर की आत्मा देना ഇന്ന് चाहता രാത്രി है. എത്ര പേർ പറയും യഥാർത്ഥമായ ഒരു മടങ്ങി വരവിന് ഞാൻ തയ്യാറാണെന്ന് പറയുന്ന യുവമക്കൾക്കായി ദൈവത്തെ आज വാഴ്ത്തുകയാണ്. रात में सही तो आपकी मन फिरावट के लिए मैं तैयार होकर के बोलने वाले परमेश्वर के जनों के लिए खुदा का धन्यवाद. ഒന്നാമത്തെ കാര്യം അതാണ്, पहली बात वो है ഒരു ട്രൂ റിപ്പൻഡൻസ്. एक सही तो आपका मन फिरावट. 13ാമത്തെ വാക്യത്തിന്റെ ബി പാർട്ട് നാം വായിക്കുമ്പോൾ योवेल भविष्यवक्ता की पुस्तक की दूसरी अध्याय की 13वीं वाक्य का बी पार्ट अगर देखें ദൈവത്തെക്കുറിച്ചുള്ള വർണ്ണനം അവിടെ കാണുവാൻ കഴിയുന്നു. परमेश्वर के बारे में एक वंदन को देखते हैं. അവിടെ പ്രകാരം കാണുന്നു, इस प्रकार देखते हैं वहां അവൻ पे കൃപയും കരുണയും ദീർഘക്ഷമയും മഹാദയയും ഉള്ളവനല്ലോ. इस प्रकार लिखा है क्योंकि वह अनुग्रहकारी दयालु विलंब से क्रोध करने वाला. അപ്പൊ ആ ദൈവത്തിന്റെ ഗുണങ്ങൾ നോക്കിയാട്ടെ. परमेश्वर के गुणों को देखने पाए. ദൈവവേദനയിലെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. मेरे प्रियो मैं आप लोग से एक बात पूछूं. ദൈവത്തിന്റെ ആ കൃപയല്ലയോ നമ്മെ ഇവിടെ വരെ കൊണ്ട് എത്തിച്ചത്? परमेश्वर का वो अनुग्रह है ना जो हम लोग को यहाँ तक लेके आया है. നാം മുടിഞ്ഞു പോകാതിരിക്കുന്നത് അവന്റെ ദയയല്ലയോ? हम लोग आज तक
जो जीवित है सिर्फ और सिर्फ उसके दया की वजह से है ना। അവൻ ദീർഘക്ഷമ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ഇത് വായിച്ചു വിലംബ് സെ ക്രോധ് കർണേ വാല. എൻ്റെ കർത്താവ് എത്രയോ മഹാക്ഷമയുള്ളവനാ, ദീർഘക്ഷമ. यहाँ पर पढ़ते हुए समय पर समझ में आता है कि विलंब से क्रोध करने वाला परमेश्वर हमारे इंसानों के जैसा जल्दी से क्रोधित नहीं होते, बल्कि बड़े ही आराम से विलंब से क्रोध करता है वो। Praise the Lord. हालेलुया। എൻ്റെ കർത്താവ് പെട്ടെന്ന് കോപിക്കുന്നവനായിരുന്നു എങ്കിൽ मेरा परमेश्वर अगर जल्दी से गुस्सा करने वाला होता तो ഞാനും നീ ഒന്നും ഇവിടെ ഇരിക്കത്തില്ലായിരുന്നു. मैं और आप कभी यहाँ पे शायद बैठते ही नहीं। Praise the Lord. हालेलुया। ഉസ്സയെ പോലെ എത്രയോ പ്രാവശ്യം ചാരമായി പോയേനെ. कितने बार हूसा नामक इंसान के जैसा हम लोग राख बन जाते। ആ ദൈവത്തെക്കുറിച്ച് നീ ഒന്ന് മനസ്സിലാക്കുക वो യഥാർത്ഥമായി. परमेश्वर के बारे में सही तौर से आप समझ नहीं पाए। എന്നിട്ടും നിന്റെ ഹൃദയത്തിനെതിരെ യഥാർത്ഥമായ മാനസരം ഉണ്ടാകണം. उसके बाद आपके मनों के अंदर एक मन फिरावट होना है। എന്നോട് ദീർഘക്ഷമ കാണിക്കുന്നത് കൊണ്ടല്ലേ ഇന്ന് രാത്രിയിലും നീ അവന്റെ സന്നിധിയിലായിരിക്കുന്നത്. कलिसिया के सामने विलंब से क्रोध करने के कारण ही है ना कलिसिया आज भी जीवित यहाँ पे बैठा है। വ്യക്തിപരമായും കുടുംബപരമായും അവനോട് കോപിച്ചിരുന്നുവെങ്കിൽ ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുമായിരുന്നു നീ. व्यक्तिपरक तौर से या पारिवारिक तौर से अगर परमेश्वर हमारी जिंदगियों में क्रोध करते तो क्या मैं और आप ये छत के नीचे ഇവിടെ बैठते? കാണുന്ന യഹൂദ ജനത്തെ പോലെ നാമും എത്രയോ പ്രാവശ്യം ദൈവത്തെ തിരസ്കരിച്ചു, ദൈവവചനത്തോട് മത്സരിച്ചു. यही यहूदियों के जैसा इजरायलियों के जैसा कितने बार परमेश्वर के विरोध में हम लोगों ने कामों को किया, उसको कितने बार हम लोगों ने दुख पहुंचाया है। എത്രയോ പ്രാവശ്യം ദൈവാത്മാവിനെ നാം ദുഃഖിപ്പിച്ചു. कितने बार परमेश्वर की आत्मा को हम लोगों ने क्रोधित किया है। പക്ഷെ അവിടെ ഒന്നും ദൈവം അതൊന്നും നമ്മളോട് കണക്കിടാതെ ഇരുന്നത് അവന്റെ ദീർഘക്ഷമയും മഹാദയും ഉള്ളത് കൊണ്ടല്ലേ. लेकिन उन सारे संदर्भों में परमेश्वर हमसे क्रोध ना करते हुए अपनी दया को दिखलाया है ना मेरे प्रियो। രാത്രിയിൽ നാം ആയിരിക്കുന്നത് ദൈവത്തിന്റെ കൃപയാലല്ലേ. आज रात भी जो मैं और आप यहाँ पर है परमेश्वर की कृपा की वजह से है। ഈ കാര്യങ്ങളെ ഓർത്ത് നമുക്ക് ദൈവസന്നിധിയിലേക്ക് യഥാർത്ഥമായി അനുതാപത്തോടുകൂടി വിലാപത്തോടുകൂടി കരച്ചിലോടുകൂടി ഒരു മടങ്ങി വരവ് ഇന്ന് രാത്രി ഉണ്ടാവാം. ये सारे बातों के अंदर में हम लोग एक सही तौर की मन फिरावट रोते हुए पीटते हुए अपने मनों को फाड़ते हुए वापस आना जरूरी है।